നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാസിക്കിലെ TCS നമ്മെ ഭയപ്പെടുത്തുന്നു. യുവതലമുറയുടെ സ്വപ്നമാണ് IT സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് TCS പോലുള്ള കമ്പനി. TCS BPO സെന്ററിലെ ജോലിയൊക്കെ യുവതലമുറ ഏറെ ആകർഷണീയമായ ഒന്നായി കാണുന്നു. എന്നാൽ ഇപ്പോൾ നാസിക്കിൽ നിന്ന് പുറത്തു വരുന്നത് അതിക്രൂരമായ മതപരിവർത്തനത്തിന്റെയും ലൈംഗിക വേട്ടയുടെയും കഥ. കമ്പനിയിലെ മുതിർന്ന ജീവനക്കാർ ഉൾപ്പെട്ട ലൈംഗിക പീഡനാരോപണങ്ങൾ മാത്രമല്ല, മതപരിവർത്തന കേസുകളും ഇപ്പോൾ നാസിക് TCSൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ BPO സെൻറ്റർ, അവിടെ യുവതികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലർ നോട്ടമിട്ട് വയ്ക്കും. നിലവിൽ 9ഓളം കേസുകളാണ് രാജ്യത്തെ പ്രമുഖ IT കമ്പനിയായ TCSന്റെ നാസിക് ശാഖയുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൊഴിലിടങ്ങളിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന മാനസിക പീഡനങ്ങളുടെയും മതപരമായ വിവേചനങ്ങളുടെയും കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡാനിഷ്, തൗസീഫ്, HR എക്സിക്യൂട്ടീവ് നിദ ഖാൻ എന്നിവരടക്കം 9ഓളം പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയാണ് സംഭവ പരമ്പരകൾ നടക്കുന്നത്. കമ്പനിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ലൈംഗികാതിക്രമം നടത്തി എന്ന് കാണിച്ച് ഒരു വനിതാ ജീവനക്കാരി പരാതി നൽകുന്നു. ലൈംഗിക ചൂഷണം മാത്രമല്ല, ചില ജീവനക്കാരെ പ്രത്യേക മതത്തിലേക്ക് മാറാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്ന ആരോപണവും ഉയർന്നു. മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും പ്രത്യേക വിശ്വാസങ്ങൾ പിന്തുടരാൻ തന്നിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നായിരുന്നു ആദ്യ പരാതി. തുടർന്ന് HR മാനേജർ അടക്കമുള്ളവരെ പോലീസ് നിരീക്ഷിക്കുന്നു. TCSൽ നടന്നത് ഭയാനകമായ മതപരിവർത്തനവും ലൈംഗിക വേട്ടയുമാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. 7 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെ 8 പ്രതികൾ. അറസ്റ്റിലായ പുരുഷന്മാർ ജോലിസ്ഥലത്തൊരു പ്രത്യേക സംഘത്തെ പോലെയാണ് മറ്റുള്ളവരോട് ഇടപെട്ടിരുന്നത്. വനിതാ ജീവനക്കാരെ ലക്ഷ്യം വച്ചായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. അറസ്റ്റിലായ 7 പുരുഷ ജീവനക്കാരും മിക്ക കേസുകളിലും കൂട്ടുപ്രതികൾ. ഒരു പരാതിയിൽ നിന്ന് 9 പരാതിയിലേക്ക് പോലീസ് കടന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസ് പോലും നടുങ്ങി. ടീം ലീഡർമാരെ പോലെ അധികാര സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ് ഈ പ്രതികൾ. സഹപ്രവർത്തകരെ ഉപദ്രവിക്കാൻ ഈ പദവികൾ അവർ ദുരുപയോഗം ചെയ്തു. പ്രതിപട്ടികയിലുള്ള HR ഹെഡായ ഒരു വനിത ഇതൊക്കെ സാധാരണയായി സംഭവിക്കുന്നതാണ് എന്ന് വിരകളോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇരയെ പരാതി നൽകുന്നതിൽ നിന്ന് അവർ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പ്രതികളിൽ മതപരമായ പീഡനത്തിനാണ് നിദ ഖാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതികൾ നൽകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും പ്രതികളെ സഹായിക്കുകയും ചെയ്തു എന്ന് പോലീസ് ഇവർക്കെതിരെ കുറ്റപത്രത്തിൽ പറയുന്നു. മുൻ HR ഹെഡ് അശ്വരി ചരാനിയും ഈ കോക്കസിൽപ്പെടുന്നു. ഈ സംഘത്തിന് മറ്റ് രാജ്യങ്ങളിലെ ഏതെങ്കിലും സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. സംഭവത്തെക്കുറിച്ച് ആദ്യം പരാതി നൽകാനെത്തിയ യുവതിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ ഭയവും പണിയും. പിന്നീട് പോലീസിന്റെ പൂർണ്ണ പിന്തുണ. ആ യുവതിക്ക് വേണ്ട കൗൺസിലിംഗ് നൽകി പോലീസ് അവർക്ക് വേണ്ട മാനസിക പിന്തുണ ഉറപ്പിച്ചു. തുടർന്നാണ് ഇവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ കൂടുതൽ ഇരകൾ പരാതിയുമായി രംഗത്തെത്തി. മതപരിവർത്തന ശ്രമങ്ങൾക്കും മതവികാരം വ്രണപ്പെടുത്തിയതിനും ഒരു പുരുഷ ജീവനക്കാരൻ മറ്റൊരു പരാതി നൽകിയിട്ടുണ്ട്. ബലാത്സംഗത്തിനും പീഡനത്തിനും ഒരു യുവതി പരാതി നൽകിയത് സഹപ്രവർത്തകനെതിരെ. ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനത്തിൽ പരാതി നൽകിയിരിക്കുന്നത് 4 സ്ത്രീകൾ. പ്രതികളിൽ പലരും മുതിർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ. നാസിക് ഓഫീസിലെ 8 വനിതാ ജീവനക്കാരുടെ പരാതികളാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ. വലിയ IT കമ്പനികളിലെ ജോലിസ്ഥലത്തെ സുരക്ഷയെക്കുറിച്ചും ലൈംഗിക പീഡനത്തെക്കുറിച്ചുമൊക്കെ ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പരാതികൾ. ജീവനക്കാരുമായി നിരന്തരം ആശയവിനിമയം തുടരാനും പരാതികൾ പ്രോത്സാഹിപ്പിക്കാനും ഒരു വനിതാ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഏപ്രിൽ 18 TCS BPO യൂണിറ്റിൽ നേരിട്ട് അന്വേഷണം നടത്താൻ കമ്മീഷൻ ഒരു സമിതിയെ നിയോഗിച്ചു. ലൈംഗിക പീഡന ആരോപണങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകവും വേദനാജനകവുമാണെന്ന് ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വസ്തുതകൾ കണ്ടെത്താനും അതിന്റെ ഉത്തരവാദികളെ തിരിച്ചറിയാനും TCS ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരതി സുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു എന്നാണ് ചന്ദ്രശേഖരൻ പറയുന്നത്. ആദ്യ പരാതി നൽകിയ വനിതാ ജീവനക്കാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ ഫോണും സ്വകാര്യ വസ്തുക്കളുമൊക്കെ മുതിർന്ന തസ്തികകളിലിരിക്കുന്ന ജീവനക്കാർ പലപ്പോഴും കൈവശപ്പെടുത്താറുണ്ട് എന്നാണ് യുവതിയുടെ ആരോപണം. ഓഫീസിലെ യുവതികളെ ഈ കോക്കസ് ലക്ഷ്യമിട്ടിരുന്നു.
6 വർഷമായി താൻ TCSൽ ജോലി ചെയ്യുന്നു. തന്നെ നാസിക് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതായും പിന്നീട് പ്രധാന കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് സ്ഥലം മാറ്റുകയും അവിടെ തനിക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടിയും വന്നു. തൻ്റെ കയ്യിൽ ഫോണും ബാഗുമൊന്നുമില്ല. ഒരു ടെറസ് പോലെയുള്ള കെട്ടിടത്തിൽ ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുന്നു. വാഷ്റൂം ഉപയോഗിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ താഴേക്ക് വരുമ്പോഴൊക്കെ സുരക്ഷയുടെ പേരിലാണ് തൻ്റെ കയ്യിൽ നിന്ന് ഫോണും ബാഗുമൊക്കെ പിടിച്ചു വെക്കുന്നത്. കമ്പനിയിൽ ജോലി ചെയ്യുന്ന നിരവധി യുവ ജീവനക്കാരെ ഈ കോക്കസ് നിരന്തരം ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് ഈ വനിതാ ജീവനക്കാരി പറയുന്നത്. 20നും 25നും ഇടയിൽ പ്രായമുള്ള യുവതികളെ സോഫ്റ്റ് ടാർഗറ്റുകളായി ഇവർ റിക്രൂട്ട് ചെയ്യും. അവരെ കൊടുക്കാൻ എളുപ്പമാണ് എന്ന് മുതിർന്ന തസ്തികകളിൽ ഇരിക്കുന്നവർക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ HR പോവുക. പക്ഷെ ഇവിടെ HR പോലും ഈ കോക്കസിന്റെ ഭാഗമായി. ദൈവത്തിന് നന്ദി, ഞാൻ രക്ഷപ്പെട്ടുവെന്നാണ് ആ യുവതി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. യുവതിയുടെ കുടുംബം മാത്രമല്ല, അവിടെ ജോലി ചെയ്തിരുന്ന ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന മിക്ക യുവതികളുടെയും കുടുംബം കടുത്ത ഞെട്ടലിലും സുരക്ഷയെക്കുറിച്ചുള്ള ഭയത്തിലുമാണ്. ഓഫീസുകളിൽ നിലനിൽക്കുന്ന ഇരുണ്ട സംസ്കാരം അവരെ ഭയപ്പെടുത്തി കളയുന്നു. നാസിക് ഓഫീസിലെ പ്രത്യേക കരാർ ജീവനക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ആ കോക്കസ് എപ്പോഴും പറയും, പോയി ഹിന്ദു പെൺകുട്ടികളെ നിങ്ങളുടെ കാമുകിമാരാക്കി വിവാഹം കഴിക്കൂ, അവരുടെ മതം മാറ്റുക. ഇത്തരത്തിൽ മതം മാറുന്നവർക്ക് പണം ഉൾപ്പെടെ നൽകി പ്രോത്സാഹിപ്പിച്ചു. 2021 മുതൽ ഇത് തുടരുന്നു. ഇത്തരം നീക്കങ്ങൾക്ക് സഹായിക്കുന്ന HR ബാണത്തിനും ധനസഹായം ലഭിച്ചിരുന്നുവെന്നാണ് ഈ കരാർ ജീവനക്കാരൻ NDTVയോട് പറഞ്ഞത്. അറസ്റ്റിലായ എല്ലാ ജീവനക്കാരെയും TCS സസ്പെൻഡ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരു പ്രതി ഒരു ജീവനക്കാരിയുമായി പലതവണ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ആ പ്രതി തന്നെ മറ്റൊരു ജീവനക്കാരിയെ അനുചിതമായി സ്പർശിച്ചു. അവരുടെ വ്യക്തിപരവും ദാമ്പത്യപരവുമായ ജീവിതത്തെക്കുറിച്ച് അപമാനകരമായ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തി. മറ്റൊരു പ്രതി ഒരു പുരുഷ ജീവനക്കാരനെ നമസ്കരിക്കാൻ നിർബന്ധിക്കുകയും അദ്ദേഹത്തിന്റെ മതത്തെ അപമാനിക്കുകയും ചെയ്തു. സ്ത്രീകൾ പരാതികളുമായി HR മാനേജറെ സമീപിച്ചപ്പോൾ പിരിച്ചുവിടുമെന്നവർ ഭീഷണിപ്പെടുത്തി. നിദ ഖാൻ എന്ന HR മാനേജർ അവിടെ അറിയപ്പെട്ടിരുന്നത് ലേഡി ക്യാപ്റ്റൻ. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും ക്രമേണ അവരെ മറ്റു പുരുഷന്മാരിലേക്ക് ആകർഷിക്കാനുള്ള കരുക്കൾ നീക്കുകയും ചെയ്തിരുന്നത് നിദ ഖാൻ. TCS പോലുള്ള വലിയ പ്രമുഖ കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ ഏറെ സുരക്ഷിതമെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ അതിനെ അട്ടിമറിക്കുന്ന തലത്തിലാണ് നാസിക്കിൽ നിന്ന് വരുന്ന ഈ പരാതികളും റിപ്പോർട്ടുകളുമൊക്കെ. മുതിർന്ന ജീവനക്കാരും ഒരു HR മാനേജരും ഉൾപ്പെടുന്ന ഒരു ശൃംഖലയെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുകയാണിപ്പോൾ പോലീസ്. പുതുതായി TCSലേക്ക് വരുന്നവരെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഈ കോക്കസ് ആദ്യം ശേഖരിക്കും. സാമ്പത്തികമായി ദുർബല കുടുംബ പശ്ചാത്തലമുള്ള യുവതികളെ ഇവർ പ്രത്യേക നോട്ടമിടും. ഇവരിൽ ആർക്കെങ്കിലും പണം ആവശ്യമുള്ളപ്പോൾ അവരെ ലക്ഷ്യം വെക്കുകയാണ് ഈ കോക്കസിന്റെ പ്രധാന ദൗത്യം. ഇത്തരം നീക്കങ്ങൾക്കിടയിൽ ഹിന്ദു ദൈവങ്ങളെയും ദേവതകളെയും കുറിച്ച് അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഇവർ തുടർച്ചയായി നടത്തി. പ്രതികളിൽ ഒരാളായ HR മാനേജർ നിദ ഖാൻ അവരിലേക്ക് എത്തുകയും ക്രമേണ അവരുടെ വിശ്വാസം നേടുകയും ചെയ്യും. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ക്രമേണ ജീവിതശൈലിയും വസ്ത്രധാരണ ശീലങ്ങളുമൊക്കെ മാറ്റാൻ അവർ നിർബന്ധിക്കും. ക്രമേണ ഇവരെ ഓരോരുത്തരോടും അവരുടെ വീടുകളിൽ നിന്ന് ഹിന്ദു ദൈവങ്ങളുടെ എല്ലാ ഫോട്ടോകളും നീക്കം ചെയ്തുവെന്ന് ഇവർ ഉറപ്പുവരുത്തും. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ പോലീസ് ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്തി. ഹൗസ് കീപ്പിംഗ് ജീവനക്കാരുടെ വേഷം ധരിച്ച വനിതാ കോൺസ്റ്റബിൾമാർ ഓഫീസ് പരിസരത്ത് പ്രവേശിച്ചു. നേരത്തെ ഹൗസ് കീപ്പിംഗ് സേവനങ്ങൾ ഇവർ ഔട്ട്സോഴ്സ് ചെയ്തിരുന്നു. ബാഹ്യ ഏജൻസി ജീവനക്കാരെ TCSനകത്തേക്ക് കടത്തിവിടുമ്പോഴായിരുന്നു ആ ഏജൻസിയുടെ പേരിൽ വനിതാ കോൺസ്റ്റബിൾമാർ അകത്ത് കയറിയത്. ആ വനിതാ കോൺസ്റ്റബിൾമാർക്കൊപ്പം ചില പുരുഷ പോലീസുകാരും വേഷം മാറി ഈ ഓഫീസിലെത്തി. തുടർന്ന് പ്രതികൾ തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഭയാനകമായ വിവരങ്ങൾ പുറത്തുവന്നതോടെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വ്യാഴാഴ്ച കമ്പനി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ വിദേശ ബന്ധങ്ങളോ സാമ്പത്തിക ഉറവിടങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികളുടെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. ലൈംഗിക പീഡനം, മാനസിക പീഡനം, മതപരമായ വിവേചനം എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് പ്രതികൾക്കെതിരെയുള്ളത്. ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അത്താർ, റാസ മേമൻ, ഷാറുഖ് ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആസിഫ് അഫ്താബ് അൻസാർ,
ഷാരൂഖ് ഷെയ്ഖ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. 30 വയസ്സുള്ള നിദാഖാൻ കേസെടുത്ത വിവരം ലഭിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയിരുന്നു. തുടർന്ന് ഏപ്രിൽ 10 അവരെ കസ്റ്റഡിയിലെടുത്തു. ദീർഘകാലമായി വനിതാ ജീവനക്കാർ സമർപ്പിച്ച ഒന്നിലധികം പരാതികളിൽ നടപടിയെടുക്കാൻ നിദാഖാൻ പരാജയപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. മുംബൈ നാക്ക, ദേവ്ലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ ഫയൽ ചെയ്ത് നിരവധി പരാതിക്കാർ പറയുന്നത് തങ്ങളുടെ ആശങ്കകൾ നിദാഖാൻ അവഗണിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്തുവെന്നാണ്. പലപ്പോഴും മൗനം പാലിക്കാൻ തങ്ങൾക്കുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു നിദാഖാൻ. ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നാസിക്കിലെ TCS BPO സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.